കേന്ദ്ര അവഗണന എണ്ണിപ്പറഞ്ഞുള്ള ബജറ്റ് പ്രസംഗമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയത്. നികുതിയേതര വരുമാനമാണ് കേരളത്തെ പിടിച്ചു നിർത്തിയതെന്നും മന്ത്രി പറഞ്ഞു. വർഗീയതയ്ക്കെതിരായ നിലപാട് പറഞ്ഞുകൊണ്ടായിരുന്നു ബജറ്റ് പ്രസംഗം തുടങ്ങിയത്. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. വർഗീയ ശക്തികളുടെ കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ചത് എടുത്തു പറഞ്ഞു തുടങ്ങിയ ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയും ധനമന്ത്രി തുറന്നടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ വോട്ട് ജോലി മാത്രമല്ല നോട്ട് ജോലിയും നടക്കുകയാണ്. രാജ്യത്തെ ശരാശരി എടുത്താൽ സംസ്ഥാനങ്ങൾ കേന്ദ്രവിഹിതമായി 50% മുകളിൽ ലഭിക്കുമ്പോഴാണ് ഈ അവഗണന എന്നുള്ളത് നാം തിരിച്ചറിയണം. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം കവർന്നെടുക്കുകയാണ്. കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കാനുള്ള മാർഗം അനീതിയാണ് നടക്കുന്നതെന്ന് വിളിച്ചു പറയലാണെന്നും ധനമന്ത്രി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിക്കും കേന്ദ്ര നയം തിരിച്ചടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടതായെന്ന് പറഞ്ഞ ധനമന്ത്രി വായ്പാ പരിധി വെട്ടിക്കുറച്ചും അർഹമായ കുടിശ്ശിക നൽകാതെയും സർക്കാരിനെ ഈ അവസാന പാദത്തിലും കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നതായും കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.